ഹായ് മക്കളെ, വെൽക്കം ടു എജുപോട്ട്. എടാ, നമ്മൾ ഇന്ന് സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരാൻ പോവാണ്. മക്കളെ, ഒരു കാര്യം ആദ്യം പറയാനുള്ളത്, എടാ ഇത് നമ്മുടെ പുതിയ +2 യൂട്യൂബ് ചാനലാണ്. അപ്പോൾ പഴയ ചാനലായിരിക്കും മക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക. മക്കൾ തീർച്ചയായിട്ടും ഈ പുതിയ +2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അത് മാത്രമല്ല കമൻറ്റും ചെയ്യുക. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് മാക്സിമം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നമ്മുടെ പുതിയ കണ്ടന്റുകളെല്ലാം ഇനി മുതൽ ഈ വർഷത്തേക്കുള്ള എല്ലാ കണ്ടന്റുകളും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളും നമുക്ക് വരിക ഈ ചാനലിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ചാനൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത് മറക്കരുത്. അപ്പോൾ നമ്മൾ ആദ്യം ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ എല്ലാ കണ്ടന്റുകളും മക്കൾക്ക് ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് ഫുള്ളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ രൂപത്തിലാണ് നമ്മൾ ഈ കണ്ടന്റുകൾ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ മക്കൾ നോക്കടാ, സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കാരടങ്ങിയ മിക്സ്ചറാണ്. ആരൊക്കെ അടങ്ങിയ മിക്സ്ചറാണ്? സോൾവെന്റും സൊല്യൂട്ടും അടങ്ങിയ മിക്സ്ചറാണ് ആരെന്ന് പറയുന്നത്, സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൊല്യൂഷനിൽ ആരൊക്കെ ഉണ്ടടാ? സോൾവെന്റ് പ്ലസ് സൊല്യൂട്ടാണ്. സോൾവെന്റിന് മക്കൾ ഈ ചാപ്റ്ററിൽ എ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക, സൊല്യൂട്ടിനെ മക്കൾ ഈ ചാപ്റ്ററിൽ ബി എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ A+B കൂടിയാലാണ് മക്കൾക്ക് സൊല്യൂഷൻ കിട്ടുക, അല്ലെങ്കിൽ സോൾവെന്റ് പ്ലസ് സൊല്യൂട്ട് കൂടിയാലാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, ടൈപ്സ് ഓഫ് സൊല്യൂഷൻ. എടാ മക്കളെ, നിങ്ങൾക്ക് 3 ടൈപ്പ് സൊല്യൂഷൻ പഠിക്കാനുണ്ട്: ഗ്യാഷ്യസ് സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ, സോളിഡ് സൊല്യൂഷൻ. എന്താ ഗ്യാഷ്യസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? സോൾവെന്റ് ഗ്യാസ് ആയിട്ടുള്ള സൊല്യൂഷനാണ് ഗ്യാഷ്യസ് സൊല്യൂഷൻ. സോൾവെന്റ് ലിക്വിഡ് ആയിട്ടുള്ള സൊല്യൂഷനാണ് ലിക്വിഡ് സൊല്യൂഷൻ. സോൾവെന്റ് സോളിഡ് ആയിട്ടുള്ള സൊല്യൂഷനാണ് സോളിഡ് സൊല്യൂഷൻ. അപ്പൊ സോൾവെന്റ് ആരാണോ നോക്കിയിട്ട് 3 സൊല്യൂഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്: ഗ്യാഷ്യസ് സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ, സോളിഡ് സൊല്യൂഷൻ. മക്കളത് മറന്നു കളയരുത്. ഇനി കോൺസെൻട്രേഷൻ ടേംസ്. എന്താ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു സൊല്യൂഷനിൽ എത്ര എമൗണ്ട് സൊല്യൂട്ട് അടങ്ങിയിട്ടുണ്ടോ ആ എമൗണ്ടിനെയാണ് മക്കൾ എന്തെന്ന് വിളിക്കുക? കോൺസെൻട്രേഷൻ എന്ന് വിളിക്കുക. അങ്ങനെ കോൺസെൻട്രേഷൻ കണ്ടെത്താൻ മക്കൾക്ക് 8 ടേംസ് പഠിക്കാനുണ്ട്. പക്ഷെ നിങ്ങളുടെ പബ്ലിക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് മൊളാരിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, മാസ് പെർസെൻറ്റേജ്, ഈ 4 ടേമുകൾ പഠിച്ചാൽ മതി. ഓക്കെ, ടോട്ടൽ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ 8 ടേംസ് ഉണ്ടടാ. പക്ഷെ മക്കൾ പബ്ലിക് എക്സാമിന് 4 ടേമുകളാണ് പഠിക്കേണ്ടത്: മൊളാരിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, മാസ് പെർസെൻറ്റേജ്. എന്താ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. 1 ലിറ്റർ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര സൊല്യൂട്ട് ഡിസോൾവ് ആയിട്ടുണ്ടോ ആ എമൗണ്ടിനെയാണ് നമ്മൾ മൊളാരിറ്റി, ക്യാപിറ്റൽ ലെറ്റർ M എന്ന് വിളിക്കുക. യൂണിറ്റ് മോളാർ ആണ്. ഇനി മൊളാരിറ്റി ക്യാപിറ്റൽ ലെറ്റർ M കാണാനുള്ള ഇക്വേഷൻ ആണ് WB/MB × 1000 ഡിവൈഡഡ് ബൈ വോളിയം ഇൻ മില്ലി ലിറ്റർ. ഓക്കെ ആണല്ലോ. ഇതിൽ WB എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്, MB എന്ന് പറഞ്ഞാൽ മൊളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. അപ്പോൾ ഇക്വേഷൻ പഠിക്കുക. രണ്ടാമത്തെ ടേം ആണ് മൊളാലിറ്റി സ്മോൾ ലെറ്റർ M. എന്താ പറയുന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ്. നിങ്ങൾക്ക് 1 കിലോഗ്രാം സോൾവെന്റ് തന്നാൽ അതിൽ എത്ര സൊല്യൂട്ട് ഡിസോൾവ് ആയിട്ടുണ്ടോ ആ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് മൊളാലിറ്റി സ്മോൾ ലെറ്റർ M. അതിനെ മക്കൾ മോളാൽ സ്മോൾ ലെറ്റർ M എന്നാണ് യൂണിറ്റ്. ഇക്വേഷൻ മൊളാലിറ്റി സ്മോൾ ലെറ്റർ M ഈസ് ഈക്വൽ ടു WB/MB × 1000 ഡിവൈഡഡ് ബൈ WA. ഇതിൽ അറിയാത്ത ഒരാൾ WA ആണ്. WA എന്ന് പറഞ്ഞാൽ അത് ഗിവൺ മാസ് ഓഫ് സോൾവെന്റ് ആണ്. മക്കളൊരു കാര്യം പഠിച്ചാൽ മതി, W എന്ന് എവിടെ കണ്ടാലും അത് ഗിവൺ മാസ് ആണെന്ന് മനസ്സിലാക്കുക. M എന്ന് എവിടെ കണ്ടാലും അത് മോളാർ മാസ് ആണെന്ന് മനസ്സിലാക്കുക. A എന്ന് കണ്ടാൽ അത് സോൾവെന്റ് ആണ്, B എന്ന് കണ്ടാൽ അത് സൊല്യൂട്ടാണ്. ഇത്രയും കാര്യങ്ങൾ മക്കൾ മനസ്സിലാക്കി വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് മോൾ ഫ്രാക്ഷൻ. എടാ, നിങ്ങളെ കയ്യിൽ 2 കമ്പോണൻ്റ് ഉണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. മക്കളോട് മോൾ ഫ്രാക്ഷൻ ഓഫ് എ കാണാൻ പറഞ്ഞാൽ, മോൾ ഫ്രാക്ഷൻ ഓഫ് എ കാണാൻ പറഞ്ഞാൽ കയ്യെന്നാണ് റെപ്രസെന്റ് ചെയ്യുക.
NA ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. ഇതേപോലെ മക്കളോട് മോൾ ഫ്രാക്ഷൻ ഓഫ് B ആണ് കാണാൻ പറയുന്നതെങ്കിൽ Kb ഈസ് ഈക്വൽ ടു NB ബൈ NA പ്ലസ് NB. അതായത് ആരുടെ മോൾ ഫ്രാക്ഷൻ ആണോ കാണാൻ പറഞ്ഞത് അയാളുടെ നമ്പർ ഓഫ് മോൾസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ചെയ്താൽ മക്കൾക്ക് മോൾ ഫ്രാക്ഷൻ കാണാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടി സാറ് പറയാണ്, രണ്ടാൾക്കാരുടെ മോൾ ഫ്രാക്ഷൻ കൂട്ടിയാൽ Ka പ്ലസ് Kb കൂട്ടിയാൽ അതിൻ്റെ വാല്യൂ 1 ആണ്. Ka പ്ലസ് Kb 1 ആണ്. അതുകൂടി മക്കളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്തതാണ് മാസ് പെർസെൻറ്റേജ്. ഒന്നുമില്ലടാ, ഏതൊരു കമ്പോണൻറ്റിൻ്റെ മാസ് പെർസെൻറ്റേജ് കാണാൻ പറഞ്ഞാലും, ഫോർ എക്സാമ്പിൾ മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് ആണ് കാണാൻ പറയുന്നതെങ്കിൽ മക്കൾ പഠിച്ചോ, മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സോൾവെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻറ്റു 100. ടോട്ടൽ മാസ് ഓഫ് സോൾവെൻ്റ് അല്ല, ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ചെയ്താൽ ഒരാളുടെ മാസ് പെർസെൻറ്റേജ് മക്കൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്ങനെ മാസ് പെർസെൻറ്റേജ് കാണാം? സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ് കാണാൻ പറഞ്ഞാൽ മക്കളെ ആ സൊല്യൂട്ടിൻ്റെ മാസ് ബൈ ടോട്ടൽ സൊല്യൂഷൻ്റെ മാസ് ഇൻറ്റു 100 ചെയ്താൽ നിങ്ങൾക്ക് മാസ് പെർസെൻറ്റേജ് കാണാൻ പറ്റും. അപ്പോൾ 4 ടേംസ്: മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, മാസ് പെർസെൻറ്റേജ് മറന്നു കളയരുത്. അടുത്തത് മക്കൾക്ക് പഠിക്കാനുള്ളത് സോലിബിലിറ്റി. എന്താ സോലിബിലിറ്റി? മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ സോൾവെൻറ്റ്. ഒരു സോൾവെൻറ്റിൽ മാക്സിമം എത്ര സൊല്യൂട്ട് ഡിസോൾവ് ആയിട്ടുണ്ടോ ആ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് സോലിബിലിറ്റി. സോലിബിലിറ്റിയെ എഫക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 ഫാക്ടേഴ്സാണ്, ഒന്ന് ടെമ്പറേച്ചർ, 2 പ്രഷർ. ആദ്യം പഠിക്കാനുള്ളത് ഒരു ലിക്വിഡിൽ സോളിഡ് ഡിസോൾവ് ആവുന്ന കേസ്. എൻ്റെ കയ്യിലുള്ള സോൾവെന്റ് ലിക്വിഡ് ആണ്, ഞാൻ അതിലോട്ട് ഒരു സോളിഡ് സൊല്യൂട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ടെമ്പറേച്ചർ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്ന അറിയോ മക്കൾ? പഠിച്ചോ, എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ, ആ റിയാക്ഷൻ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സോലിബിലിറ്റിയും കൂടും. ഇനി ഞാൻ ഒരു സോളിഡിനെ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന റിയാക്ഷൻ എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ കൂട്ടിയാൽ സോലിബിലിറ്റി കുറയാണ് ചെയ്യുക. പ്രഷറിന് സോളിഡിനെ ലിക്വിഡിൻ്റെ കേസിൽ നോ എഫക്റ്റ് ആണ്. ഒരു സോളിഡിനെ ലിക്വിഡിൽ ഡിസോൾവ് ആക്കുമ്പോൾ അവിടെ പ്രഷറിന് എഫക്റ്റ് ഇല്ല. പക്ഷേ സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ്, അതെന്താ മക്കളെ? ഞാനൊരു ഗ്യാസിനെ ഒരു ലിക്വിഡിൽ ഡിസോൾവ് ആക്കുക, അതാണ് ഗ്യാസ് ഇൻ എ ലിക്വിഡ്. ആ സമയത്ത് പ്രഷറിന് എഫക്റ്റ് ഉണ്ട്. ആ സമയത്ത് പ്രഷറിന് എന്തുണ്ടടാ? എഫക്റ്റ് ഉണ്ട്. എഫക്റ്റ് ഓഫ് പ്രഷർ നമുക്ക് പറയാൻ പറ്റണം. ആ പ്രഷറിൻ്റെ എഫക്റ്റ് പറയാനുള്ള ലോ ആണ് ഹെൻഡ്രീസ് ലോ. ഹെൻഡ്രീസ് ലോ മക്കൾ പഠിച്ചിരിക്കണം. ഹെൻഡ്രീസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സിമ്പിളുമാണ്. എന്താ പറയുന്നതെന്ന് അറിയോ? സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ്, ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ആകുന്ന സോലിബിലിറ്റി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പ്രഷറാണ്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സോലിബിലിറ്റി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പ്രഷറാണ് എന്ന് പറയുന്ന റൂളാണ് മക്കളെ ഹെൻഡ്രീസ് ലോ. ഇനി അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം മക്കൾക്ക്, പ്രഷർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ കൈ. പ്രഷർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് മക്കൾ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെക്കുക, സോലിബിലിറ്റി പ്രപ്പോർഷണൽ ടു പ്രഷർ ആണ് എന്ന് പറയുന്ന റൂളാണ് മക്കളെ ഏത് റൂള്? ഹെൻഡ്രീസ് ലോ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഇക്വേഷൻ ആണ് പ്രഷർ ഈസ് ഈക്വൽ ടു KH ഇൻറ്റു കൈ. ഞാൻ പ്രഷർ പ്രപ്പോർഷണൽ ടു കൈയിനെ ഈക്വൽ ടു ആക്കിയപ്പോൾ പ്രഷർ ഈസ് ഈക്വൽ ടു KH ഇൻറ്റു കൈ. ഈ KHൻ്റെ പേരാണ് ഹെൻഡ്രീസ് കോൺസ്റ്റൻറ്റ്. KHൻ്റെ പേരെന്താടാ? അത് ഹെൻഡ്രീസ് കോൺസ്റ്റൻ്റ് ആണ്. ഹെൻഡ്രീസ് ലോൻ്റെ കോൺസ്റ്റൻറ്റ് ഹെൻഡ്രീസ് കോൺസ്റ്റൻറ്റ്. ഇനി മക്കൾക്ക് പഠിക്കാനുള്ള ഒരു അടുത്തൊരു ടോപ്പിക്കാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഹെൻഡ്രീസ് ലോ. ഹെൻഡ്രീസ് ലോ മക്കൾ യൂസ് ചെയ്യുക, ഒന്ന് സോഡാ മേക്കിങ്ങിൽ യൂസ് ചെയ്യും. സോഡാ മേക്കിങ്ങിൽ മക്കൾ ഹെൻഡ്രീസ് ലോ യൂസ് ചെയ്യും. രണ്ടാമത് ഹെൻഡ്രീസ് ലോ യൂസ് ചെയ്യുന്ന സ്ഥലമാണ് ബെൻഡ്. അതായത് സ്ക്യൂബ ഡൈവേഴ്സിൻ്റെ ഒക്കെ കേസിൽ കടലിൻ്റെ അടിയിലോട്ടൊക്കെ ഡീപ്പായിട്ട് ഡൈവ് ചെയ്യുന്ന ആളുകളുടെ കേസിൽ വരുന്ന ഒരു കണ്ടീഷനാണ് ബെൻഡ്. അതുപോലെ തന്നെ അടുത്തൊരു കണ്ടീഷനാണ്
അനോക്സിയ. ഹിൽ ക്ലൈംബേഴ്സിൻ്റെ കേസിൽ എടാ കുന്നൊക്കെ കയറുന്ന അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ കയറുന്ന ആളുകളുടെ കണ്ടീഷനാണ് അനോക്സിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കോഡ മേക്കിംഗ്, ബെൻഡ്, അനോക്സിയൊക്കെ എന്തിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്? നിങ്ങളുടെ ഹെൻറീസ് ലോയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ആണ്. മക്കളത് മറന്നു കളയരുത്, തെറ്റിക്കാൻ പാടില്ല, പഠിച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മക്കളെ അത് കഴിഞ്ഞാൽ അടുത്തൊരു ലോയാണ് റൗൾസ് ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ മക്കൾക്ക് രണ്ട് ലോയെ പഠിക്കാനുള്ളൂ. ഒന്നാമത്തെ ലോൻ്റെ പേര് ഓൾറെഡി പറഞ്ഞു, അത് ഹെൻറീസ് ലോയാണ്. രണ്ടാമത്തെ ലോയാണ് റൗൾസ് ലോ. എന്താ റൗൾസ് ലോ പറയുന്നത്? എടാ കേട്ടോ, നിങ്ങളുടെ കയ്യിലൊരു വോളട്ടൈൽ ലിക്വിഡിൻ്റെ സൊല്യൂഷൻ ഉണ്ട്. ആരാ വോളട്ടൈൽ ലിക്വിഡ്? എടാ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലേ വേപ്പറായിട്ട് പോവാൻ കഴിവുള്ള ലിക്വിഡ്സിനെയാണ് നമ്മൾ വോളട്ടൈൽ ലിക്വിഡ് എന്ന് വിളിക്കുക. ആ വോളട്ടൈൽ ലിക്വിഡുകളുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അവരുടെ മോൾ ഫ്രാക്ഷൻ ഈക്വലാ. ഇപ്പോൾ PA ആണ് പ്രഷർ ഓഫ് എ എങ്കിൽ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് എ. PB ആണ് പ്രഷർ ഓഫ് ബി എങ്കിൽ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ബി. അപ്പം നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് PA ഈസ് ഈക്വൽ ടു P0A കൈA എന്ന് എഴുതാം. PB ഈസ് ഈക്വൽ ടു P0B കൈB എന്ന് എഴുതാം. ഇനി മക്കളോട് ടോട്ടൽ പ്രഷർ P ടോട്ടൽ കാണാൻ പറഞ്ഞാൽ രണ്ടാൾക്കാരെ തമ്മിൽ കൂട്ടിയാൽ മതി. ദാറ്റ് ഈസ് PA പ്ലസ് PB. എയും ബിയും ആണല്ലോ അവിടുത്തെ കമ്പോണൻറ്റ്. അപ്പോൾ ടോട്ടൽ പ്രഷർ P ടോട്ടൽ കാണാൻ പറഞ്ഞാൽ മക്കൾ PA പ്ലസ് PB കൂട്ടിയാൽ മതി. ഇതിനെയാണ് നമ്മൾ ഏത് ലോ എന്ന് പറയുക? റൗൾസ് ലോ എന്ന് പറയാം. ഏത് ലോയാണ് മക്കളെ? അത് റൗൾസ് ലോ ആണ്. ഇനി മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഡിയൽ സൊല്യൂഷൻ. ഒരാൾ റൗൾസ് ലോ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേര് ഐഡിയൽ സൊല്യൂഷൻ എന്നാണ്. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ്റെ കണ്ടീഷൻസ് എഴുതാൻ പറഞ്ഞാൽ റൗൾസ് ലോൻ്റെ അതേ കണ്ടീഷൻ തന്നെ മക്കളെ. എന്താടാ? PA ഈസ് ഈക്വൽ ടു P0A കൈA, PB ഈസ് ഈക്വൽ ടു P0B കൈB. അത് മാത്രം പോരാ, ഡെൽറ്റ H മിക്സും ഡെൽറ്റ V മിക്സും 0 ആണ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? എടാ ഒരു മിക്സ്ചർ ഉണ്ടാക്കുമ്പോൾ അവിടെയുള്ള എൻതാൽപ്പി ചേഞ്ച്, ഇപ്പോൾ രണ്ടാൾക്കാരെ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ അവിടെയുള്ള എൻതാൽപ്പി ചേഞ്ച് ആണ് ഡെൽറ്റ H മിക്സ്. അവിടെ എൻതാൽപ്പി ചേഞ്ച് ഇല്ല. രണ്ടാൾക്കാരെ തമ്മിൽ മിക്സ് ആക്കുമ്പോൾ അവർക്കിടയിൽ എൻതാൽപ്പി ചേഞ്ച് ഇല്ല, അത് 0 ആയിരിക്കും. ഏത് സൊല്യൂഷൻ്റെ കേസിൽ? ഐഡിയൽ സൊല്യൂഷൻ്റെ കേസിൽ. രണ്ടാൾക്കാരെ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ അവിടെയുള്ള വോളിയത്തിൻ്റെ ചേഞ്ചും 0 ആയിരിക്കും. ഇനി അത് മാത്രമല്ല പഠിക്കേണ്ടത്, AA ഇൻട്രാക്ഷനും BB ഇൻട്രാക്ഷനും AB ഇൻട്രാക്ഷൻ ഈക്വലാ. അങ്ങനെ പറഞ്ഞാൽ എന്താ? A എന്ന് പറഞ്ഞാൽ സോൾവെൻ്റ് ആണെന്ന് സാറ് നേരത്തെ പറഞ്ഞു, B എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് ആണെന്ന് സാറ് നേരത്തെ പറഞ്ഞു. അപ്പോൾ സോൾവെൻ്റ് തമ്മിലുള്ള ഇൻട്രാക്ഷനും സൊല്യൂട്ട് തമ്മിലുള്ള ഇൻട്രാക്ഷനും സോൾവെന്റ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഈക്വൽ ആണ്. ഏത് സൊല്യൂഷനിൽ മക്കളെ? ഐഡിയൽ സൊല്യൂഷനിൽ. ഇനി മക്കൾ പഠിക്കേണ്ടത് ഐഡിയൽ സൊല്യൂഷൻ്റെ എക്സാമ്പിൾ ആരൊക്കെയാ? നോർമൽ ഹെക്സൈനും നോർമൽ ഹെപ്റ്റൈനും, ബെൻസീനും ടൊളുവീനും, ക്ലോറോ ഈഥൈനും ബ്രോമോ ഈഥൈനൊക്കെ ഏത് സൊല്യൂഷൻ എക്സാമ്പിൾ ആടാ മക്കളെ? ഐഡിയൽ സൊല്യൂഷനിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേര് ഐഡിയൽ സൊല്യൂഷൻ എന്നാണ്. ആ ഐഡിയൽ സൊല്യൂഷനിൻ്റെ കണ്ടീഷൻസും അവരുടെ എക്സാമ്പിൾസും നമ്മൾ അടിപൊളിയായിട്ട് വളരെ വൃത്തിക്ക് മക്കൾക്ക് പറഞ്ഞു തന്നു. ഓക്കെ, റെഡി അല്ലടാ? റെഡി അല്ലേ? യെസ്. അടുത്തത് നോക്കടാ, ഈ ഐഡിയൽ സൊല്യൂഷൻ്റെ ഒരു ഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത്. ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് വരക്കുമ്പോൾ എക്സ് ആക്സിസിൽ മക്കൾ മോൾ ഫ്രാക്ഷൻ കൊടുക്കണം, Y ആക്സിസിൽ മക്കൾ വേപ്പർ പ്രഷർ കൊടുക്കണം. ഇനി കൈA ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ആ പോയിന്റിൽ കൈB ഈസ് ഈക്വൽ ടു 0. കൈA ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ പോയിന്റിൽ കൈB ഈസ് ഈക്വൽ ടു 1 ആണ്. ഇനി ഇവിടെ കൈB അല്ലേ 0? ആരാണോ 0 അവിടെ നിന്ന് വരക്കുന്ന പോയിന്റ് PBയുടെ പോയിന്റ്. ആ പോയിന്റ് എൻഡ് ചെയ്യുന്നത് P0Bയിൽ. കൈA അല്ല 0, ഇപ്പം ഈ വരക്കുന്ന ലൈന് PAയുടെ ലൈന്. ആരാണോ 0, ഇപ്പം കൈB ആണ് ഇവിടെ 0, അപ്പോൾ ഇത് PBയുടെ ലൈന്. ഇവിടെ കൈA ആണ് 0, അപ്പോൾ ഇത് PAയുടെ ലൈന്. ഈ നടുവിലൂടെ വരക്കുന്ന ലൈന് ടോട്ടൽ പ്രഷറാണ്, ദാറ്റ് ഈസ് PA പ്ലസ്
PB. മക്കൾ ഈ ഗ്രാഫ് വരച്ചു പഠിക്കണം. വേറെ ഒരു മാർഗ്ഗവും ഇല്ല, അതിൽ വേറെ ട്രിക്കുകളൊന്നുമില്ല. മക്കൾ ഈ ഗ്രാഫ് വരച്ചു പഠിക്കണം. ഞാനത് കുറേ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാര്യമില്ല. നിങ്ങൾ ഈ ഗ്രാഫ് ഒരു പെന്നും പേപ്പറും എടുത്ത് മക്കൾ അത് വരച്ച് തന്നെ പഠിക്കണം. ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് അല്ലെങ്കിൽ റൗൾസ് ലോൻ്റെ ഗ്രാഫ്. അതെന്താ അങ്ങനെ പറയണത്? ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? റൗൾസ് ലോ ഒബേ ചെയ്യുന്ന എല്ലാ സൊല്യൂഷൻസിനെയും നമ്മൾ വിളിക്കുക ഐഡിയൽ സൊല്യൂഷൻ എന്നാ. അപ്പൊ ഐഡിയൽ സൊല്യൂഷൻ്റെ ആയിക്കോട്ടെ റൗൾസ് ലോയുടെ ആയിക്കോട്ടെ രണ്ടും ഒരേ ഗ്രാഫാണ്, അത് പഠിക്കണം. ഇനി റൗൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് മക്കളെ നോൺ ഐഡിയൽ സൊല്യൂഷൻ. റൗൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേര് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന. ആ നോൺ ഐഡിയൽ സൊല്യൂഷനിലുള്ള കണ്ടീഷൻസ് മക്കൾ പഠിക്കണം. എന്താ കണ്ടീഷൻസ്? PA ഈസ് നോട്ട് ഈക്വൽ ടു P0A. ഐഡിയൽ സൊല്യൂഷനിൽ ഈക്വൽ ടു ആണെങ്കിൽ നോൺ ഐഡിയൽ ആവുമ്പോൾ മക്കൾ നോട്ട് ഈക്വൽ ടു എന്ന് കൊടുക്കുക. PB ഈസ് നോട്ട് ഈക്വൽ ടു P0B. ഡെൽറ്റ H മിക്സ് നോട്ട് ഈക്വൽ ടു 0, ഡെൽറ്റ V മിക്സും നോട്ട് ഈക്വൽ ടു 0. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? AA ഇൻട്രാക്ഷനും BB ഇൻട്രാക്ഷനും നോട്ട് ഈക്വൽ ടു AB ഇൻട്രാക്ഷനാ. ചുരുക്കി പറഞ്ഞാലേ ഐഡിയൽ സൊല്യൂഷനിൽ ഈക്വൽ ടു എന്ന് കൊടുത്ത എല്ലാ കണ്ടീഷൻസും നോൺ ഐഡിയൽ സൊല്യൂഷനിൽ മക്കൾ നോട്ട് ഈക്വൽ ടു എന്ന് കൊടുത്താൽ മതി. ഐഡിയൽ സൊല്യൂഷനിൽ നിങ്ങൾ ഈക്വൽ ടു കൊടുത്ത എല്ലാ സ്ഥലത്തും എന്ത് കൊടുക്കുക? നോൺ ഐഡിയലിൽ നോട്ട് ഈക്വൽ ടു എന്ന് കൊടുക്കണം. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി നോൺ ഐഡിയൽ സൊല്യൂഷൻ രണ്ട് ടൈപ്പ് ഡീവിയേഷൻ കാണിക്കും. എടാ, നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റൗൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻ ആണല്ലോ. അപ്പോൾ അവർ റൗൾസ് ലോയിൽ നിന്ന് രണ്ട് ഡീവിയേഷൻ കാണിക്കും. ഒന്നാമത്തെ ഡീവിയേഷൻ്റെ പേര് പോസിറ്റീവ് ഡീവിയേഷൻ, രണ്ടാമത്തെ ഡീവിയേഷൻ്റെ പേര് നെഗറ്റീവ് ഡീവിയേഷൻ. ഇത് പഠിക്കാനും ട്രിക്ക് ഉണ്ട്, സാറ് പറഞ്ഞുതരാം. ഐഡിയൽ സൊല്യൂഷൻ്റെ 4 കണ്ടീഷൻ മക്കൾ പഠിച്ചല്ലോ. അതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ ഇവിടെ ഗ്രേറ്റർ ദാൻ ആക്കുക. അപ്പൊ കണ്ടോ, PA ഗ്രേറ്റർ ദാൻ P0A, PB ഗ്രേറ്റർ ദാൻ P0B, ഡെൽറ്റ H മിക്സ് ഗ്രേറ്റർ ദാൻ 0, ഡെൽറ്റ V മിക്സ് ഗ്രേറ്റർ ദാൻ 0, AA ഇൻട്രാക്ഷനും BB ഇൻട്രാക്ഷനും ഗ്രേറ്റർ ദാൻ AB ഇൻട്രാക്ഷൻ. അപ്പൊ എല്ലാ സ്ഥലത്തും ഗ്രേറ്റർ ദാൻ എന്ന് കൊടുത്താൽ അത് പോസിറ്റീവ് ഡീവിയേഷൻ ആയി. അപ്പൊ എങ്ങനെയാ സാറേ നെഗറ്റീവ് ഡീവിയേഷൻ? ഒന്നുമില്ലടാ, ആ ഗ്രേറ്റർ ദാൻ കൊടുത്ത പോയിന്റിലൊക്കെ മക്കൾ ലെസ് ദാൻ എന്ന് കൊടുത്താൽ അത് നെഗറ്റീവാ. അപ്പൊ PA ലെസ് ദാൻ P0A, PB ലെസ് ദാൻ P0B, ഡെൽറ്റ H മിക്സ് ലെസ് ദാൻ 0, ഡെൽറ്റ V മിക്സ് ലെസ് ദാൻ 0, AA ഇൻട്രാക്ഷനും BB ഇൻട്രാക്ഷനും ലെസ് ദാൻ AB ഇൻട്രാക്ഷൻ. മക്കൾ എക്സാമ്പിളുകൾ ഇവിടെ ഒന്ന് പഠിച്ചു വെക്കണേ. എന്താ എക്സാമ്പിൾ? പോസിറ്റീവ് ഡീവിയേഷൻ്റെ എക്സാമ്പിൾ ആണ് എത്തനോളും വാട്ടറും, എത്തനോളും അസറ്റോണും, എത്തലോണും ഹെക്സൈനൊക്കെ എന്തിന് എക്സാമ്പിൾ ആടാ? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസിന് എക്സാമ്പിളാ. ഇനി നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആളാണ് HCl-ഉം വാട്ടറും, HNO3-യും വാട്ടറും, സൾഫ്യൂരിക് ആസിഡും വാട്ടറും. ചുരുക്കി പറഞ്ഞാൽ ഏതൊരു ആസിഡും വാട്ടറും കാണിക്കുന്ന ഡീവിയേഷൻ ആരാ? നെഗറ്റീവ് ഡീവിയേഷനാ. ഇനി ഒരാളും കൂടി സ്പെഷ്യലായിട്ട് സാർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അസറ്റോണും ക്ലോറോഫോമും. അസറ്റോണും ക്ലോറോഫോമും നെഗറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഡ്യൂ ടു പ്രസൻസ് ഓഫ്, നോക്കണേ, ഡ്യൂ ടു പ്രസൻസ് ഓഫ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഡ്യൂ ടു പ്രസൻസ് ഓഫ് എന്താ മക്കളെ? ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. അസറ്റോണും ക്ലോറോഫോമും നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ ആണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ അവർക്കിടയിൽ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് പ്രസന്റ് ആണ്. അതുകൊണ്ട് അവർ നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ ആണ് കാണിക്കുക. അത് മറന്നു കളയരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും അവരുടെ എക്സാമ്പിൾസും മറക്കരുത്. മക്കളെ, ഒരു കാര്യം കൂടി വീണ്ടും സാറ് പറയാണ്, എടാ ഇത് നമ്മുടെ എജുപോർട്ടിൻ്റെ +2 പുതിയ ചാനലാണ്, ന്യൂ ചാനലാണ്. മക്കളത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മക്കളെ. കാരണം ഇനിയുള്ള പുതിയ വീഡിയോസൊക്കെ വരിക നമ്മുടെ ഈ ചാനലിലാണ്, പഴയ ചാനലായിരിക്കില്ല. അപ്പം നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാവുക ഓൾഡ് ചാനലായിരിക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക. ആരെങ്കിലും പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക.
ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ചെയ്യാത്ത ആളുകളോട് ഒന്ന് ചെയ്യാൻ പറയാം മക്കളെ. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നമുക്ക് പുതിയ കണ്ടന്റുകൾ, നിങ്ങൾക്ക് വേണ്ട ഉപകാരപ്രദമായ എല്ലാ കണ്ടന്റും, യൂസ്ഫുൾ ആയ വീഡിയോസും ടിപ്സും ട്രിക്സും ഒക്കെ ഇനി ഈ ചാനലിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ മക്കളെ, സെറ്റ് ആക്കടാ. റെഡി? യെസ്. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഗ്രാഫ് ഒന്നുമില്ല. പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫ് വരക്കാൻ പറഞ്ഞാൽ നേരത്തെ പഠിച്ച റൗൾസ് ലോന്റെ ഗ്രാഫ് ഉണ്ടല്ലോ, ആ ഗ്രാഫിന്റെ മുകളിലൂടെ ഇങ്ങനെ കർവ് വരച്ചു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ഡീവിയേഷൻ ആയി. ഇനി നെഗറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫ് വരക്കാൻ പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ വരച്ച കർവ് ഉണ്ടല്ലോ, ആ കർവ് താഴെ കൂടിയാണ് വരക്കുന്നതെങ്കിൽ അത് നെഗറ്റീവ് ഡീവിയേഷന്റെ കർവാണ്. അപ്പൊ പോസിറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫും നെഗറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫും വരക്കാൻ മക്കൾ പഠിക്കണം. റൗൾസ് ലോയിൽ നിന്ന് ചെറിയൊരു മാറ്റേ ഉള്ളൂ. ഇനി അസിയോട്രോപ്സ് എന്ന് പറയുന്ന ഒരു പുതിയ ടോപ്പിക്കാണ്. ആരാണ് അസിയോട്രോപ്പ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പേപ്പറിൽ 3 പോയിന്റ് കാണണം. ഒന്നാമത്തെ പോയിന്റ് ആണ് മക്കളെ, അവർ ബൈനറി മിക്സ്ചർ ആണ്. അസിയോട്രോപ്പുകൾ ഏത് മിക്സ്ചർ ആണ് മക്കളെ? ദേ ആർ ബൈനറി മിക്സ്ചർ ആണ്, ഹാവിങ് സെയിം കോമ്പോസിഷൻ ഇൻ ലിക്വിഡ് ആൻഡ് വേപ്പർ ഫേസ്. അവർ ലിക്വിഡ് ആയിക്കോട്ടെ വേപ്പർ ആയിക്കോട്ടെ അവരുടെ കോമ്പോസിഷനിൽ ഒരു മാറ്റം ഉണ്ടാവില്ല, സെയിം ആയിരിക്കും. അത് മാത്രമല്ല ബോയിൽസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ്. ഒരേ ടെമ്പറേച്ചറിലാണ് അവരെന്ത് ചെയ്യുക? ബോയിൽ ചെയ്യുക. അപ്പോൾ എന്താണ് അസിയോട്രോപ്പ് എന്ന് ചോദിച്ചാൽ ദേ ആർ ബൈനറി മിക്സ്ചർ. 2 കമ്പോണന്റ് അടങ്ങിയ മിക്സ്ചറിനെയാണ് നമ്മൾ ബൈനറി മിക്സ്ചർ എന്ന് പറയുക. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, അവർക്ക് സെയിം കോമ്പോസിഷൻ ആയിരിക്കും ഉണ്ടാവുക ഇൻ എവിടെ? ലിക്വിഡ് ആൻഡ് വേപ്പർ ഫേസ്. അവർ ലിക്വിഡ് ആയാലും വേപ്പർ ആയാലും ഒരേ കോമ്പോസിഷൻ ഉണ്ടായിരിക്കുക. അത് മാത്രമല്ല മക്കളെ, ബോയിൽസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. കോൺസ്റ്റന്റ് ആയ ടെമ്പറേച്ചറിലാണ് അസിയോട്രോപ്പുകൾ ബോയിൽ ചെയ്യുക. ഇനി നമുക്ക് 2 ടൈപ്പ് അസിയോട്രോപ്പ് പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിൽ. ഒന്നാമത്തെ അസിയോട്രോപ്പിന്റെ പേരാണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. രണ്ടാമത്തെ അസിയോട്രോപ്പിന്റെ പേരാണ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. അപ്പൊ ആദ്യത്തെ ഡൗട്ട് നിങ്ങൾക്ക്, എന്താണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്? വിച്ച് ഷോസ് ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ. റൗൾസ് ലോയിൽ നിന്ന് ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന അസിയോട്രോപ്പാണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറയുന്നത്. എന്താണ്? റൗൾസ് ലോയിൽ നിന്ന് ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന അസിയോട്രോപ്പുകളാണ് ഏത് എന്ന് പറയുന്നത്? മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. എക്സാമ്പിൾ പഠിക്കാൻ പറഞ്ഞാൽ പഠിച്ചോ. 95% എത്തനോൾ സൊല്യൂഷൻ. 95% എത്തനോൾ സൊല്യൂഷൻ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആണ്. അടുത്തത് മക്കൾ പഠിക്കേണ്ടത് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. എന്താ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്? ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ. റൗൾസ് ലോയിൽ നിന്ന് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് വിളിക്കുക. എക്സാമ്പിൾ ചോദിച്ചാൽ 68% നൈട്രിക് ആസിഡും 32% വാട്ടറും അടങ്ങിയ മിക്സ്ചർ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പിന് എക്സാമ്പിളാണ്. അപ്പം മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ഉണ്ട്, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ഉണ്ട്. മക്കളത് മറന്നു കളയരുത്. മിനിമം ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ റൗൾസ് ലോയിൽ നിന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കും. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ റൗൾസ് ലോയിൽ നിന്ന് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കും. മക്കളത് മറന്നു കളയരുതടാ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പും മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പും തെറ്റിക്കാൻ പാടില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലടാ, റെഡി അല്ലേ? യെസ്, റെഡിയാണ്. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ടോപ്പിക്കാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. എന്താ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ലടാ, സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ദ പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് നോട്ട് ദെയർ നാച്ചർ. അതായത് സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയെയാണ് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുക. എന്താ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തിനെ, നമ്പറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ആ സൊല്യൂട്ടിൻ്റെ നാച്ചുറിനെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യൂല. മക്കൾക്ക് ഈ ചാപ്റ്ററിൽ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പഠിക്കാനുണ്ട്. 1 റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, 2 എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, 3 ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, 4
ഓസ്മോട്ടിക് പ്രഷർ. എടാ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് പഠിക്കാനുള്ളത്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. ഇങ്ങനെ മക്കൾക്ക് 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ആള് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. എടാ സിമ്പിളായിട്ട് സാറ് പഠിപ്പിച്ചു തരാം. ഞാൻ ഒരു ബീക്കറിൽ ഒരു സോൾവെന്റ് എടുത്തു. ഒരു ബീക്കറിൽ ആരെടുത്തു മക്കളെ? സോൾവെന്റ് എടുത്തു. ആ സോൾവെന്റിന് ഞാൻ എ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ആ സോൾവെന്റിലോട്ട് ഞാനൊരു സൊല്യൂഷൻ ആഡ് ചെയ്തു. സൊല്യൂഷൻ അല്ല, ഒരു സൊല്യൂട്ട് ആഡ് ചെയ്തു. ഞാൻ ആ സോൾവെന്റിലോട്ട് ഒരു സൊല്യൂട്ട് ആഡ് ചെയ്തു അല്ലെ. അപ്പോൾ സോൾവെന്റ് പ്ലസ് സൊല്യൂട്ട് ആരായിട്ട് മാറും? സൊല്യൂഷൻ ആയിട്ട് മാറുമല്ലോ. അതായത് സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ ആണ് P0A, സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ PA എന്ന് കൊടുക്കും. ഓക്കെ, സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിനെ P0A എന്നും സൊല്യൂഷന്റെ വേപ്പർ പ്രഷറിനെ PA എന്നും കൊടുത്തു. ഒരു സോൾവെന്റിലോട്ട് ഞാൻ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ സൊല്യൂഷൻ കിട്ടുമല്ലോ. ആ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറയും സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിനെക്കാളും. അതായത് നിങ്ങളൊരു സോൾവെന്റിലോട്ട് സൊല്യൂട്ട് ആഡ് ചെയ്താൽ ആ സൊല്യൂഷനിന്റെ വേപ്പർ പ്രഷർ കുറയാണ് ചെയ്യുക. അതാണ് നിങ്ങൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് വിളിക്കണേ. ആ പേര് തന്നെ കിട്ടണേ, വേപ്പർ പ്രഷർ കുറയാണ്. ഈ മക്കൾ അവിടെ ഒരു ഇക്വേഷൻ ബൈഹാർട്ട് പഠിച്ചോ പ്രോബ്ലം ചെയ്യാൻ. ദാറ്റ് ഈസ് P0A minus PA divided by P0A is equal to WB by MB into MA divided by WA. ഇക്വേഷൻ കാണാതെ പഠിക്കണേ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിലെ ഇക്വേഷൻ ആണ് P0A മൈനസ് PA ബൈ P0A is equal to WB by MB into MA divided by WA. ഏതിൻ്റെ ഇക്വേഷനാ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കാണാനുള്ള ഇക്വേഷൻ. ഇനി മക്കൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ പ്രോപ്പർട്ടി എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. ആ പേര് തന്നെ ഉണ്ട്, എലവേഷൻ. എന്താ എലവേഷൻ എന്ന് പറഞ്ഞാൽ? എടാ ശ്രദ്ധിക്കടാ, ഞാനൊരു ബീക്കറിൽ ഒരു പ്യുവർ സോൾവെന്റ് എടുത്തു. പ്യുവർ സോൾവെന്റ്, ആ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റിന് ഞാൻ T0B എന്ന് കൊടുത്തു. സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് T0B. അതിലോട്ടൊരു സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോ സോൾവെന്റ് പ്ലസ് സൊല്യൂട്ട് എനിക്ക് ആരെ കിട്ടുക മക്കളെ? സൊല്യൂഷൻ അല്ലേ കിട്ടുക. ആ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് TB ആണ്. അതായത് നിങ്ങളുടെ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റിനേക്കാളും കൂടുതലായിരിക്കും സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് എലവേറ്റ് ചെയ്യുക, ബോയിലിംഗ് പോയിന്റ് കൂടുക. അതായത് സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റിനേക്കാളും അതിലോട്ട് സൊല്യൂട്ട് ആഡ് ചെയ്ത് സൊല്യൂഷൻ ആക്കിയ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് TB ഗ്രേറ്റർ ദാൻ T0B ആണ്. അപ്പൊ നമുക്ക് എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ TB കാണണമെങ്കിൽ വലിയ വാല്യൂ TB അല്ലേ, അതിൽ നിന്ന് ചെറിയ വാല്യൂ T0B കുറച്ചാൽ മതി. ഇനി ഒരു കാര്യം കൂടി മക്കൾ മനസ്സിലാക്കണം, ഡെൽറ്റ TB ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മൊളാലിറ്റി സ്മോൾ ലെറ്റർ M ആണ്. അപ്പൊ ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു മൊളാലിറ്റി, അല്ലെങ്കിൽ ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു മൊളാലിറ്റി സ്മോൾ ലെറ്റർ എമ്മിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. WB ബൈ MB ഇൻറ്റു 1000 divided by WA. ഇപ്പോൾ ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു മൊളാലിറ്റി ആണ്. KBക്ക് കുറേ പേരുകളുണ്ട്. ഒരു പേര് മക്കൾ പഠിച്ചോ, KBയുടെ പേരാണ് ബോയിലിംഗ് പോയിന്റ് എലവേഷൻ കോൺസ്റ്റന്റ്. ബോയിലിംഗ് പോയിന്റ് എലവേഷൻ കോൺസ്റ്റന്റ്. വേറെയും കുറേ പേരുകളുണ്ട്, എബ്ലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ഇതൊക്കെ വിളിക്കും. മക്കൾ പേര് ഇത് പഠിച്ചാൽ മതി, ബോയിലിംഗ് പോയിന്റ് എലവേഷൻ കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് നമ്മൾ എങ്ങനെയാ എക്സ്പ്ലെയിൻ ചെയ്യാം? ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക? എടാ ഇത്രയേ ഉള്ളൂ, ഞാനൊരു പ്യുവർ സോൾവെന്റ് എടുത്തു, ഒരു പ്യുവർ സോൾവെന്റ്. ആ പ്യുവർ സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് ആണ് T0F. അതിലോട്ട് ഞാനൊരു സൊല്യൂട്ട് ആഡ് ചെയ്തു. സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോൾ ഇതൊരു സൊല്യൂഷനായി മാറി. ആ സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് TF. എന്താ പറയുന്നതെന്ന് അറിയോ? നിങ്ങളൊരു സോൾവെന്റിലോട്ട് സൊല്യൂട്ട് ആഡ് ചെയ്ത് സൊല്യൂഷൻ ആക്കിയാൽ ആ സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രസ് ചെയ്യും, സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് ആയിരിക്കും കൂടുതൽ. സോൾവെന്റ് ഒറ്റക്കുള്ളപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് കൂടുതലാ, ഞാൻ അതിനെ സൊല്യൂഷൻ ആക്കിയപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് കുറഞ്ഞു. അതായത് ഇവിടെ T0F ആണ് ഗ്രേറ്റർ ദാൻ
ടി എഫ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ് ഡെൽറ്റ ടി എഫ് എങ്ങനെ കാണാം? വലിയ വാല്യൂ T0F മൈനസ് ചെറിയ വാല്യൂ TF ആണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെൽറ്റ TF ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്മോൾ ലെറ്റർ എം മൊളാലിറ്റി. അപ്പോൾ ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു KF ഇൻറ്റു മൊളാലിറ്റി. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത കോൺസ്റ്റന്റ് KF ആണ്. ആ KFന്റെ പേരാണ് ഫ്രീസിങ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ്. എന്താടാ KFന്റെ പേര്? ഫ്രീസിങ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ്. ഇനി മൊളാലിറ്റിയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു KF ഇൻറ്റു WB/MB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ WA. മൊളാലിറ്റിയുടെ ഇക്വേഷൻ സാർ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതാണ് ഡെൽറ്റ TF കാണാൻ അല്ലെങ്കിൽ ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ. മക്കൾ മറന്നു കളയരുത്. ഓക്കെ, ഇനി അടുത്തതാണ് ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. എന്താ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ? സാറ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാനൊരു ബീക്കർ എടുത്തു. ഇതിനെ ഞാൻ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യാണ്. സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെക്കുന്ന ആളാണ് SPM. SPMൻ്റെ പേരാണ് സെമി പെർമിയബിൾ മെമ്പറൈൻ. ഇനി ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഞാൻ എടുക്കുന്നത് പ്യുവർ സോൾവെൻ്റ് ആണ്. റൈറ്റ് സൈഡിൽ ഞാൻ എടുക്കുന്നത് സൊല്യൂഷനാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മക്കൾ മനസ്സിലാക്കണേ, സോൾവെൻ്റ് സൈഡിൽ നിന്ന് സോൾവെൻ്റ് പാർട്ടിക്കിൾസ് സൊല്യൂഷൻ സൈഡിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. എന്താടാ? പ്യുവർ സോൾവെൻറ്റിൽ നിന്ന് സോൾവെന്റ് പാർട്ടിക്കിൾസ് എങ്ങോട്ട് മൂവ് ചെയ്യൂടാ? സൊല്യൂഷന്റെ സൈഡിലോട്ട് മൂവ് ചെയ്യും. ഫ്ലോ ഓഫ് പാർട്ടിക്കിൾസ് ഫ്രം പ്യുവർ സോൾവെന്റ് ടു സൊല്യൂഷൻ സൈഡ് ഈസ് നോൺ ആസ് ഓസ്മോസിസ്. എന്താ മക്കളെ ഓസ്മോസിസ്? എന്താ? പ്യുവർ സോൾവെന്റിന്റെ സൈഡിൽ നിന്ന് സോൾവെന്റ് പാർട്ടിക്കിൾസ് സൊല്യൂഷന്റെ സൈഡിലോട്ട് മൂവ് ചെയ്യുന്ന ആ ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസ്മോസിസ് എന്ന് പറയും. ഇനി ആരാ ഓസ്മോട്ടിക് പ്രഷർ എന്നറിയോ? പ്രഷർ അപ്ലൈഡ് ഓൺ, നോക്കണേ, പ്രഷർ അപ്ലൈഡ് ഓൺ സൊല്യൂഷൻ സൈഡ് ടു സ്റ്റോപ്പ് ഓസ്മോസിസ്. എന്താടാ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ? ഓസ്മോട്ടിക് പ്രഷർ ആരാ? പ്രഷർ അപ്ലൈഡ് ഓൺ ഏത് സൈഡാ? സൊല്യൂഷൻ സൈഡ്. ഞാൻ സൊല്യൂഷൻ സൈഡിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്യാണ്. എന്തിനാ പ്രഷർ അപ്ലൈ ചെയ്യണത് മക്കളെ? ഈ പ്യുവർ സോൾവെന്റിൽ നിന്ന് സൊല്യൂഷൻക്കുള്ള ഈ ഫ്ലോ ഉണ്ടല്ലോ, ഓസ്മോസിസ് ഉണ്ടല്ലോ, ആ ഓസ്മോസിസ് നിർത്താൻ വേണ്ടിയിട്ട് സാറ് സൊല്യൂഷന്റെ സൈഡിൽ കൊടുക്കുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. അതിനെ മക്കൾ പൈ എന്നാ റെപ്രസെന്റ് ചെയ്യുക. പൈ കാണാനുള്ള ഇക്വേഷൻ ആണ് CRT. പൈ ഈസ് ഈക്വൽ ടു CRT. സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ്. ഇവിടെ കോൺസെൻട്രേഷൻ മക്കൾ എടുക്കേണ്ടത് ഇത്രയും നേരം മൊളാലിറ്റി ആയിരുന്നു. ഇവിടെ മക്കൾ ക്യാപിറ്റൽ ലെറ്റർ M ആണ് കോൺസെൻട്രേഷൻ എടുക്കേണ്ടത്. അതായത് മൊളാരിറ്റി ക്യാപിറ്റൽ ലെറ്റർ M ആണ് കോൺസെൻട്രേഷൻ ആയിട്ട് മക്കൾ പരിഗണിക്കേണ്ടത്. അപ്പോൾ പൈ ഈസ് ഈക്വൽ ടു മൊളാരിറ്റിയുടെ ഇക്വേഷൻ WB/MB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വോളിയം ഇൻ മില്ലിലിറ്റർ ഇൻറ്റു RT. WB/MB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ VML ഇൻറ്റു RT. അതെന്തുകൊണ്ടാണ് സാറേ ഇവിടെ ഇങ്ങനെ വന്നത്? ഇത് മൊളാരിറ്റി ക്യാപിറ്റൽ ലെറ്റർ M ആ. ഇത്രയും നേരം മൊളാലിറ്റി സ്മോൾ ലെറ്റർ M ആണ് യൂസ് ചെയ്തത്. ഓക്കെ ആണല്ലോ? അതാണ് വളരെ പ്രധാനപ്പെട്ട ഓസ്മോട്ടിക് പ്രഷർ എന്താണ്, ഓസ്മോസിസ് എന്താണ്, മറന്നു കളയരുത്. ഓക്കെ, ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ. എടാ ഇപ്പൊ നമ്മൾ ഓൾറെഡി 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, ആദ്യം റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഒക്കെ പറഞ്ഞല്ലോ. അതിനേക്കാളും ബെറ്റർ ആണ് ഓസ്മോട്ടിക് പ്രഷർ. എന്തുകൊണ്ടാണ് ബാക്കിയുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കമ്പയർ ചെയ്യുമ്പോൾ ഓസ്മോട്ടിക് പ്രഷർ ബെറ്റർ ആയത് എന്ന് ചോദിച്ചാൽ അതിന് 4 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത് റൂം ടെമ്പറേച്ചറിൽ മക്കൾക്ക് മെഷർ ചെയ്യാം. അതായത് നോർമൽ ടെമ്പറേച്ചറിൽ ഓസ്മോട്ടിക് പ്രഷർ മെഷർ ചെയ്യാം. രണ്ടാമത്തത്, ഇവിടെ മൊളാരിറ്റി ക്യാപിറ്റൽ ലെറ്റർ M ആണ് യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് മൊളാലിറ്റി സ്മോൾ ലെറ്റർ M. സ്മോൾ ലെറ്റർ എമ്മിനേക്കാളും നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും മൊളാരിറ്റി ക്യാപിറ്റൽ ലെറ്റർ M. ഓക്കെ, അടുത്തത് ഓസ്മോട്ടിക് പ്രഷറിന്റെ മാഗ്നിറ്റ്യൂഡ് വലിയതാ. ഡൈല്യൂട്ട് സൊല്യൂഷൻസ് ആണെങ്കിൽ പോലും ഓസ്മോട്ടിക് പ്രഷർ പൈയുടെ വാല്യൂ വലിയ വാല്യൂ കിട്ടുക.
അപ്പോൾ കാൽക്കുലേഷൻസ് എളുപ്പമാണ്. അടുത്തത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആ ലാസ്റ്റ് പോയിന്റ്, ഇതാണ് മക്കൾ പഠിക്കേണ്ടത്, വെരി ഇമ്പോർട്ടൻറ്റ്. മൊളാർ മാസ് ഓഫ് ബയോമോളിക്യൂൾസ്, അതായത് പ്രോട്ടീന് പോലുള്ള ആളുകളുടെയൊക്കെ മൊളാർ മാസ് മെഷർ ചെയ്യണമെങ്കിൽ, പ്രോട്ടീന് പോലുള്ള ആളുകളുടെയൊക്കെ മൊളാർ മാസ് മെഷർ ചെയ്യണമെങ്കിൽ മക്കൾ യൂസ് ചെയ്യേണ്ട പ്രോപ്പർട്ടി ഓസ്മോട്ടിക് പ്രഷറാണ്. ബയോമോളിക്യൂൾസ് ലൈക്ക് പ്രോട്ടീൻസിൻ്റെ ഒക്കെ മൊളാർ മാസ് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആരാന്ന് ചോദിച്ചാൽ അത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഒന്നുമല്ല, ആരടാ, ഓസ്മോട്ടിക് പ്രഷറാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബയോമോളിക്യൂളിൻ്റെ ഒക്കെ മൊളാർ മാസ് മെഷർ ചെയ്യാൻ നമ്മൾ ഓസ്മോട്ടിക് പ്രഷറാണ് യൂസ് ചെയ്യുക. അപ്പം ഇതൊക്കെയാണ് ഓസ്മോട്ടിക് പ്രഷർ ബാക്കിയുള്ളതിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്ന കാര്യങ്ങൾ. ഇനി ഐസോടോണിക് സൊല്യൂഷനും ഹൈപ്പർടോണിക് സൊല്യൂഷനും ഹൈപ്പോടോണിക് സൊല്യൂഷനും, 3 ടേംസ്: ഐസോടോണിക്, ഹൈപ്പർടോണിക്, ഹൈപ്പോടോണിക്. എന്താ ഐസോടോണിക് എന്നറിയോ? 2 സൊല്യൂഷനിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ആണെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോടോണിക് സൊല്യൂഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം പൈ എന്ന് പറഞ്ഞ ഓസ്മോട്ടിക് പ്രഷറാണ്. പൈ ഓഫ് ബ്ലഡിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ ആർക്ക് ഈക്വലാന്ന് അറിയോ? പൈ ഓഫ് 0.9% NaCl സൊല്യൂഷന്. അതായത് ബ്ലഡിൻ്റെ ഓസ്മോട്ടിക് പ്രഷറും 0.9% NaClൻ്റെ ഓസ്മോട്ടിക് പ്രഷറും സെയിം ആണ്. അപ്പോൾ അവർ ഐസോടോണിക് ആണ്. രണ്ടാൾക്കാരുടെ ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണെങ്കിൽ അവർ ഐസോടോണിക്. അപ്പം എന്താ സാറേ ഹൈപ്പർടോണിക്? എടാ ഇപ്പം എൻ്റെ കയ്യിൽ 2 ആളുണ്ട്, അതിലൊരാളുടെ ഓസ്മോട്ടിക് പ്രഷർ കൂടുതലാണ്, വേറൊരാളുടെ ഓസ്മോട്ടിക് പ്രഷർ കുറവാണ്. രണ്ടാളുടെ ഈക്വൽ അല്ല, ഒരാളുടെ ഓസ്മോട്ടിക് പ്രഷർ കൂടുതൽ, വേറൊരാളുടെ ഓസ്മോട്ടിക് പ്രഷർ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ആ കൂടിയ ഓസ്മോട്ടിക് പ്രഷറുള്ള ആളെ നമ്മൾ വിളിക്കുക ഹൈപ്പർടോണിക് സൊല്യൂഷൻ, കുറഞ്ഞ ഓസ്മോട്ടിക് പ്രഷറുള്ള ആളെ നമ്മൾ വിളിക്കുക ഹൈപ്പോടോണിക് സൊല്യൂഷൻ. അപ്പം 2 ആൾക്കാരുടെ ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ആണെങ്കിൽ ഐസോടോണിക്, ഒരാളത് കൂടിയാൽ അയാൾ ഹൈപ്പർടോണിക്, കുറഞ്ഞ ആളെ ഹൈപ്പോടോണിക് എന്നാണ് വിളിക്കുക. 3 ടൈപ്പ്: ഐസോ, ഹൈപ്പർ, ഹൈപ്പോ. ഓക്കെ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് റിവേഴ്സ് ഓസ്മോസിസ് ആൻഡ് വാട്ടർ പ്യൂരിഫിക്കേഷൻ. എടാ നോക്ക്, ഇതിപ്പോൾ ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ അത് പ്യുവർ സോൾവെൻ്റ് ആണ്. ഞാനിവിടെ SPM വെച്ചിട്ടുണ്ട്, സെമി പെർമിയബിൾ മെമ്പറൈൻ. സാൾട്ട് വാട്ടർ, അവിടെ സാൾട്ടുണ്ട് വാട്ടറുണ്ട്, അപ്പോൾ സൊല്യൂഷനാണ്. ഞാനേ ഈ സൊല്യൂഷൻ്റെ സൈഡിൽ പ്രഷർ ഗ്രേറ്റർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ, അങ്ങനെ പറഞ്ഞാൽ എന്താ, സൊല്യൂഷൻ്റെ സൈഡിൽ ഞാൻ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടിയ ഒരു പ്രഷറാണ്ട് കൊടുത്താൽ എന്താ സംഭവിക്കുക? സൊല്യൂഷൻ്റെ ഈ സൈഡിൽ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും ഹയർ ആയിട്ടുള്ള ഒരു പ്രഷർ ഞാനിവിടെ അപ്ലൈ ചെയ്താൽ സൊല്യൂഷൻ്റെ സൈഡിൽ നിന്നും സോൾവെന്റിന്റെ സൈഡിലോട്ട് നേരെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാൻ തുടങ്ങും. അതായത് ഓപ്പോസിറ്റ് ഓഫ് ഓസ്മോസിസ്. നേരത്തെ ഓസ്മോസിസ് എന്തായിരുന്നു? സോൾവെന്റ് സൈഡിൽ നിന്നും സൊല്യൂഷൻ സൈഡിലോട്ടുള്ള പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് ആയിരുന്നു ഓസ്മോസിസ്. എങ്കിൽ ഞാൻ സൊല്യൂഷന്റെ സൈഡിൽ ഒരു ഹൈ പ്രഷർ കൊടുക്കുകയാണ്, ഗ്രേറ്റർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ പാർട്ടിക്കിൾസ് സൊല്യൂഷൻ സൈഡിൽ നിന്നും സോൾവെന്റ് സൈഡിലോട്ട് മൂവ് ചെയ്യും. ആ ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ഓസ്മോസിസ്. ഇനി അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ഒന്ന് വാട്ടർ പ്യൂരിഫിക്കേഷൻ. വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ യൂസ് ചെയ്യൂടാ? റിവേഴ്സ് ഓസ്മോസിസ് യൂസ് ചെയ്യും. രണ്ടാമത്തെ മെത്തേഡാണ് ഡീസാലിനേഷൻ ഓഫ് സീ വാട്ടർ. അതായത് ഡീസാലിനേഷൻ ഓഫ് സീ വാട്ടർ എന്ന് പറഞ്ഞാൽ കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ യൂസ് ചെയ്യും? ഈ റിവേഴ്സ് ഓസ്മോസിസ് യൂസ് ചെയ്യും. അപ്പോൾ വെള്ളം പ്യൂരിഫൈ ചെയ്യാനും സീ വാട്ടറിൽ നിന്ന് ഉപ്പിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ആരെ യൂസ് ചെയ്യൂടാ? റിവേഴ്സ് ഓസ്മോസിസ് യൂസ് ചെയ്യും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഇനി മക്കൾക്ക് പഠിക്കാനുള്ള ആളാണ് അബ്നോർമൽ മൊളാർ മാസ്. എടാ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഇത്രയും 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പഠിച്ചല്ലോ. ഈ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് നമുക്ക് കിട്ടുന്ന മൊളാർ മാസ് തെറ്റാണ്. നമുക്ക് 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് നമ്മൾ മെഷർ ചെയ്യുന്ന ആ മൊളാർ മാസ് ഉണ്ടല്ലോ, ആ മൊളാർ മാസിൽ എറർ ഉണ്ട്, അത് ശരിയല്ല, അതിൽ തെറ്റുണ്ട്. അങ്ങനെ തെറ്റുണ്ടായത് കൊണ്ട് ആ മൊളാർ മാസ് നിങ്ങൾ വിളിക്കുന്ന പേരാണ് അബ്നോർമൽ മൊളാർ മാസ്. ആ അബ്നോർമൽ മൊളാർ മാസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫാക്ടർ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഫാക്ടറിൻ്റെ പേരാണ് വാൻ ഡെ ഹോഫ് ഫാക്ടർ
ഐ എന്ന് പറയുന്നത്. എടാ നമുക്ക് കിട്ടുന്ന മോളാർ മാസുകളിൽ ചെറിയ എറർ ഉണ്ട്. ആ തെറ്റ് തിരുത്താൻ വേണ്ടി നമ്മൾ കണ്ടെത്തിയ ഒരു ഫാക്ടറിന്റെ പേരാണ് വാൻ ഡെ ഹോഫ് ഫാക്ടർ ഐ കാണാൻ വേണ്ടി മക്കളോട് ചോദിക്കുകയാണെങ്കിൽ ഈ 3 ഇക്വേഷനാണ് മക്കൾക്ക് പഠിക്കാനുള്ളത്. പക്ഷേ ലാസ്റ്റ് ഇക്വേഷനാ ഇമ്പോർട്ടൻറ്റ്. എന്താ ലാസ്റ്റ് ഇക്വേഷനാ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്? അത് വെച്ചാൽ പ്രോബ്ലം ഉണ്ടാവുക. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾ ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. അതായത് അസോസിയേഷനോ ഡിസോസിയേഷനോ ശേഷമുള്ള പദാർത്ഥങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ അസോസിയേഷനോ ഡിസോസിയേഷനോ മുമ്പുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം. അതെങ്ങനെ ചെയ്യാന്ന് സാർ ഒരു പ്രോബ്ലം വെച്ച് കാണിച്ചുതരാം. മക്കളോട് പരീക്ഷയ്ക്ക് ചോദിക്കുക എപ്പോഴും ഡിസോസിയേഷൻ ആണ്. അസോസിയേഷൻ ചോദിക്കാറുണ്ട്, പക്ഷെ അസോസിയേഷനേക്കാളും മക്കൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഡിസോസിയേഷനാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ NaCl എടുത്താൽ അത് സ്പ്ലിറ്റായ ആരൊക്കെ കിട്ടും? Na+ കിട്ടും, Cl- കിട്ടും. ഇതിന്റെ വാൻ ഡെ ഹോഫ് ഫാക്ടർ ഐ കാണാൻ പറഞ്ഞാൽ ആഫ്റ്റർ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് നോക്കുക. ഒരു Na ഒരു Cl ആഫ്റ്റർ 2 ബൈ മുമ്പ് ഒരു NaCl അല്ലേ ഉള്ളൂ. ഇപ്പൊ 2/1 ആൻസർ 2 ആണ്. ഇനി മക്കൾ നോക്കടാ, ഞാൻ K2SO4 എന്ന് എഴുതി. ഇതിനെ സ്പ്ലിറ്റ് ആക്കിയാൽ എനിക്ക് എന്താ കിട്ടുക? K+ K2 ഉണ്ട്. അപ്പൊ 2 K+ഉം SO4 2-ഉം. ഞാൻ ഇതിന്റെ വാൻ ഡെ ഹോഫ് ഫാക്ടർ കാണുമ്പോൾ ആഫ്റ്റർ ഡിസോസിയേഷൻ എത്ര പാർട്ടിക്കിൾ ഉണ്ട്? 2 K+ഉം ഒരു SO4 അല്ലേ. 2+1 3 ബൈ K2SO4 1, ദാറ്റ് ഈസ് 3/1 3 അതായത് ആഫ്റ്റർ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് ബൈ ബിഫോർ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് ചെയ്താൽ മക്കൾക്ക് ഒരാളുടെ വാൻ ഡെ ഹോഫ് ഫാക്ടർ ഐ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ചാപ്റ്റർ സൊല്യൂഷൻ. മക്കളെ, സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ മക്കൾ എക്സാമിന് പഠിക്കേണ്ട കംപ്ലീറ്റ് കാര്യങ്ങളും സാറ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. മക്കളെ ഒരു കാര്യം കൂടി മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പുതിയ ചാനലാണ്, അത് മക്കൾ വിട്ടുകളയരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് മക്കളെ. നമുക്ക് ഇനിയും ഇതുപോലെ ഒരുപാട് വീഡിയോസ് വരാണ്ട്. അപ്പോൾ അതുവരേക്കും നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക, സെറ്റാക്കുക, കണ്ടന്റുകളൊന്നും വിടാതെ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് സെറ്റാക്കി പഠിക്കണം മക്കളെ.